ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഒബീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്, ഒരു ഹെൽത്തി സ്നാക്ക്. അതിന് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. ആട്ട, പിന്നെ ഒരു 1/2 കപ്പ് ഓട്സ്, 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, പിന്നെ കുറച്ച് ടേസ്റ്റിന് ഏലക്ക ക്രഷ് ചെയ്തത്. ഏലക്കയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ വാനില എസൻസ് യൂസ് ചെയ്യാം. ഇനി കുറച്ച് ഒരു 1/2 കപ്പോളം ഞാൻ പഞ്ചസാര എടുക്കുന്നുണ്ട്. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഒരുമിച്ചാക്കാം. എല്ലാം കൂടെ നമ്മൾ ആട്ടയുടെ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് ആട്ടയും ഓട്സും ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഒരു ഹെൽത്തി സ്നാക്ക് എന്ന് പറയുന്നത്. അതുപോലെ നമുക്കിത് 1 to 2 വീക്സ് വരെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇനി ഇതിനകത്തോട്ട് എൻ്റെ ഇത് ഒരു ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ, ഒരു 100 ml ആ ഒരു ഇതിലുള്ള ഗ്ലാസ്സാണ്. അപ്പോൾ അതിൽ ഞാൻ ഒരു 3/4 കപ്പിലധികം ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാര കുറയ്ക്കണമെന്നാണെങ്കിൽ പഞ്ചസാര കുറയ്ക്കാം. എങ്കിലും ഞാൻ 2 കപ്പ് മാവ് എടുത്തത് കൊണ്ടാണ് അത്രയും പഞ്ചസാര ചേർത്തത്. ഇനി നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നമ്മളിതൊരു ചെറിയ ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി ലൂസായൊരു പരുവത്തിനുള്ള, ചപ്പാത്തിയുടെ പരുവമായി കഴിഞ്ഞാൽ നമ്മുടെ ആ സ്നാക്ക് ഭയങ്കരമായിട്ട് കട്ടി ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് ഈ മാവ് കുഴച്ചെടുക്കണമെന്ന് പറയുന്നത്. ഞാനിത് ആദ്യം വെള്ളം കുറേശ്ശെ ഒഴിച്ച് സ്പൂണ് വെച്ചാണ് ഇളക്കുന്നത്. പക്ഷേ സ്പൂൺ വെച്ച് ഇളക്കുന്നതിനേക്കാളും നല്ലത് എന്തുകൊണ്ടും നമ്മൾ കൈവച്ച് കുഴയ്ക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ കൈവച്ച് കുഴച്ചിട്ട് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഈ ഒരു നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വളരെ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുക. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പയിൽ. ഇത് എണ്ണ കണ്ടോ ചെറുതായിട്ട് ബബിൾസ് വന്ന് പൊട്ടുന്ന സമയത്ത് നമ്മൾ ഈ ഓരോ ചെറിയ ഉരുളകൾ, ഞാനൊരു ഓവൽ ഷേപ്പിലാണ് ഉരുട്ടി എടുത്തിരിക്കുന്നത്. അത് കയ്യിൽ എണ്ണ തടവി വേണം ഉരുട്ടിയെടുക്കാനാണ്. അപ്പോൾ നമുക്കത് വേഗം കയ്യിൽ നിന്ന് വിട്ടുപോരും, ഇല്ലെങ്കിൽ ഇച്ചിരി ഒട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഈ എണ്ണയിലിട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയുടെ തീ നന്നായിട്ട് സിമ്മിലാക്കി വെക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഓരോന്നും ഇതിലേക്ക് ഇടാനായിട്ട്. ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ആദ്യം ഇളക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ 1 മിനിറ്റ് ഇളക്കണ്ട. അത് കഴിയുമ്പം പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ആ തീ കുറച്ച് തന്നെ വെക്കുക. ഒരു മീഡിയം തീയിലിട്ട് വേണം പിന്നെ ചെയ്യാൻ. കണ്ടോ, ഇത് ചെറിയൊരു ഗോൾഡൻ ബ്രൗണായി വന്നു. ഈ ഗോൾഡൻ ബ്രൗണിൽ നിന്ന് അത്യാവശ്യം ഡാർക്ക് ബ്രൗണിലേക്ക് കയറുന്ന സമയത്ത് നമ്മളിത് കോരിയെടുക്കുക. നമുക്കറിയാമല്ലോ, കാണുമ്പോഴത്തേക്കിനും ഇത് പാകമായി എന്ന് നമുക്ക് തോന്നുമല്ലോ. ഇനി വേണ്ടത് നമുക്ക് ഷുഗർ സിറപ്പാണ്. ഞാൻ ഇവിടെ 1 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്തിട്ടാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഷുഗർ സിറപ്പ് അത്യാവശ്യം കുറുകി വന്നപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്നാക്ക് ഇതിലോട്ട് ആഡ് ചെയ്യുക പതിയെ. അത്യാവശ്യം സ്നാക്ക് തണുത്തിട്ട് വേണം ആഡ് ചെയ്യാൻ, ചൂടോടുകൂടി ആഡ് ചെയ്യല്ല. കുറച്ച് തണുത്തതിന് ശേഷം മാത്രം ഈ പഞ്ചസാര പാനിയിലേക്ക് നമ്മൾ ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്നത് ഇടുക. ഇട്ടിട്ട് ഇത് പതിയെ മിക്സ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഷുഗർ സിറപ്പിൻ്റെ തീ നന്നായിട്ട് കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഈ ഉണ്ടകളിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്യുന്ന രീതിയിലാവണം. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇതൊരു ചെറിയൊരു ഗ്ലാസ് കോട്ടിങ് പോലെ ഈ ഷുഗർ സിറപ്പ് നമ്മുടെ ഈ സ്നാക്കിൻ്റെ മണ്ടയ്ക്ക് പിടിക്കുന്നുണ്ട്. അത് നന്നായിട്ട് കോട്ട് ചെയ്യണം. അപ്പം കണ്ടോ, ഷുഗർ സിറപ്പ് അത്യാവശ്യം കോട്ടായി പിടിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ തീയിൽ നിന്ന് മാറ്റി, കുറച്ച് പാനി ബാക്കിയുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി തണുക്കാൻ വെക്കണം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അന്നേരം നമുക്ക് ഇങ്ങനെ പൗഡേർഡ് കോട്ടഡായിട്ട് നല്ല അടിപൊളി സ്നാക്കായിട്ട് കിട്ടും. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇടുന്നത്. ഇത് കുലുക്കുമ്പോൾ നല്ല സൗണ്ട് കേൾക്കാം, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ആ സൗണ്ട് മിസ്സായിപ്പോയി.
അതുകൊണ്ടാണ് ഇല്ല നിങ്ങൾക്ക് കിലുകില എന്നുള്ള സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ട് പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടിരിക്കുന്ന സ്നാക്കാണിത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഓട്സൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഒരു ഹെൽത്തി പോലെ നമുക്ക് പറയാൻ വേണമെങ്കിൽ. ഞാൻ എൻ്റെ മോന് ഇതൊന്നും അധികം അങ്ങനെ കഴിക്കുന്ന ടൈപ്പല്ല. പക്ഷെ ഇത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒന്നും കഴിക്കാത്തവനാണ്. അപ്പോൾ അത് കാരണം ഞാൻ പറയുകയാണ്, എല്ലാ കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. 4 മണിക്കും ഒക്കെ ചായയുടെ കൂടെ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുവാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അമ്മമാർക്കും എളുപ്പമാണ്. കുറച്ച് ദിവസത്തേക്ക് ഇരിക്കുകയും ചെയ്യും. കുഞ്ഞുങ്ങളും ഹാപ്പിയാകും, നമ്മളും ഹാപ്പിയാകും അവർ കഴിക്കുന്ന കാണുമ്പോൾ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബട്ടണും അമർത്തുക. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.